ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് നമ്മളൊന്ന്. അപ്പോൾ നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം തന്നെ വാതിൽ എന്നുള്ള സെക്ഷനിൽ കുട്ടമ്മാനും കൊട്ടാരവും, പിന്നെ 1ാമത്തെ പാഠം താങ്ങും തണലും, വേദന, ആശംസ, അങ്ങനെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് 1ാമത്തെ പാഠത്തിലുണ്ട്. 2ാമത്തെ പാഠം ചെടിക്ക് മുന്തുകൊണ്ടത്, അത് നമുക്ക് റൊട്ടി എന്നുള്ളൊരു പാഠവും, ചെടി നമ്മോട് പറയുന്നത്, പൂമ്പാറ്റുമ, അങ്ങനെ മൊത്തം നമുക്ക് 5 പാഠങ്ങളാണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കുട്ടമ്മാനും കൊട്ടാരവുമാണ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റ് നമ്മളൊന്ന് എന്നുള്ള 5ാമത്തെ യൂണിറ്റ് ഫസ്റ്റ് പേജ്. ഇവിടെ ആരുടെ ചിത്രം കൊടുത്തിരിക്കുന്നു നോക്കിക്കേ. നിങ്ങൾക്ക് അറിയില്ലേ ഇവർ ഈ ചിത്രത്തിൽ കാണുന്ന ആൾക്കാരെ? ഫസ്റ്റ് പിക്ചർ ആരുടെയാ? നമുക്കറിയാം, എല്ലാവർക്കും അറിയില്ലേ? മഹാത്മാഗാന്ധിജിയുടെ അല്ലേ? മഹാത്മാഗാന്ധിജിന്റെ ചിത്രമാണ്. 2ാമത്തെ ചിത്രം ആരുടെയാ? BR അംബേദ്കറുടെ. അപ്പൊ അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. അതായത് എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ഈ 5ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് ജനാധിപത്യത്തെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. എന്താ ജനാധിപത്യം എന്നൊക്കെ നമുക്ക് ഇനി തുടർന്നുള്ള പാഠങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിജിയെയും BR അംബേദ്കറെയും ആരാണ് നോക്കി നിൽക്കുന്നത്? അവരുടെ ചിത്രം കുറെ കുട്ടികളിൽ നിന്ന് നോക്കുകയാണ് അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ വാതിൽ എന്ന സെക്ഷനില് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ കുട്ടമ്മാനും കൊട്ടാരവും. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുട്ടമ്മാൻ കൊട്ടാരം കാണാൻ പോവാണ് കേട്ടോ. അതാണ് ഇവിടെ പറയണത്. എഴുതിയിരിക്കുന്നത് ആരാണ്? കുഞ്ഞുണ്ണി മാഷ് എഴുതിയിരിക്കുന്നതാണ്. കുഞ്ഞുണ്ണി മാഷാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. കുട്ടമ്മാൻ എങ്ങട്ടാ? അതായത് നമ്മൾ പറയുന്ന അതേ ഉച്ചാരണത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നതും. ഒരു സ്ത്രീ കുട്ടമ്മാൻ ഇവിടെ കൊടയും പിടിച്ച് നിൽക്കുന്നില്ലേ? ഇതാണ് കുട്ടമ്മാൻ. കുട്ടമ്മാനോട് ചോദിക്കുകയാണ് കേട്ടോ, കുട്ടമ്മാൻ എങ്ങട്ടാ? അപ്പൊ കുട്ടമ്മാൻ ഉത്തരം പറഞ്ഞു, കൊട്ടാരം കാണാൻ. അയ്യോ എന്റെ കുട്ടമ്മാനെ, കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ? കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലില്ലാത്ത കണ്ണട എടുത്തു മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാൻ എങ്ങട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എന്റെ കുട്ടമ്മാനെ, കൊടയില്ലാണ്ട് കൊട്ടാരം നടന്ന് കാണാനാവില്ല. കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലു വളഞ്ഞ കുടയെടുത്തു നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാൻ എങ്ങട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എന്റെ കുട്ടമ്മാനെ, കണ്ണട വെച്ച് കൊടയും പിടിച്ച് ചെന്ന കൊട്ടാരത്തിൽ കേറ്റുവോ? എന്താ കേറ്റാണ്ട്? ഇത് പണ്ടത്തെ കൊട്ടാരല്ല. ഇതാരാ പറയണത്? കുട്ടമ്മാൻ പറയാണ് അല്ലേ? കുട്ടമ്മാൻ എന്ത് പറഞ്ഞു? പണ്ടത്തെ കുട്ടമ്മാനല്ല, എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത്. മനസ്സിലായോ? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ വോട്ട് ചെയ്ത്, ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾ അല്ലെ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. അതായത് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. ആര് വേണം, ആര് ഭരിക്കണം എന്നുള്ളത് ആരാ തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. പാഠഭാഗം വായിക്കൂ, വീട്ടിലുള്ളവർക്കും ടീച്ചർക്കും എല്ലാം വായിച്ചു കേൾപ്പിക്കൂ. അപ്പൊ എന്താണ് എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തും അമ്മൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് വോട്ട് ചെയ്യുന്നത്, എന്തിനാണ് വോട്ട് ചെയ്യുന്നതൊക്കെ അവർ പറഞ്ഞു തരും. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വോട്ട് ചെയ്തിട്ടുള്ളവരല്ലേ? അപ്പൊ അത് നമ്മൾ എന്തിനാണ് ചെയ്യണത്, ആരെ തിരഞ്ഞെടുക്കാനാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഈ പാഠഭാഗം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. 2ാമത്തെ ചോദ്യം, ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഈ കഥ വായിച്ചപ്പോ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ മനസ്സിലായി? ഈ കഥയിൽ 2 കഥാപാത്രങ്ങൾ മാത്രമാണുള്ളത്. ആരൊക്കെയാ 2 കഥാപാത്രങ്ങള്? കുട്ടമ്മാനും അല്ലെ? കുട്ടമ്മാനും പിന്നെ ആ സ്ത്രീയുമാണുള്ളത് അല്ലെ? 2 പേരും തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കഥയാണ് അല്ലെ? എങ്ങനെ കഥ നമ്മൾ ശരിക്കും ഇതെങ്ങനത്തെ കഥയാണ്? ഒരു സംഭാഷണ രൂപത്തിലുള്ള കഥയാണ് അല്ലെ? 2 പേരും തമ്മിൽ സംസാരിക്കുന്ന രൂപത്തിലാണ് കഥയുള്ളത്. വളരെ ചെറിയൊരു കഥയാണ് അല്ലെ? ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ, പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും? നമ്മുടെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത്? കുട്ടമ്മാൻ പോകുന്നത് താൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാനായിരിക്കും അല്ലെ? വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയോ കാണാനായിരിക്കും കുട്ടമ്മാൻ പോകുന്നത്. അടുത്തത്, എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്ക് ഞാൻ പോണത്. മനസ്സിലായോ? ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കുട്ടമ്മാൻ പോകുന്നത് താൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാനായിരിക്കും. നിയമസഭാ മന്ദിരത്തിലേക്കാണ്
കുട്ടമ്മാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് പേജിൽ ചിത്രം കൊടുത്തിട്ടില്ലേ, കുട്ടമ്മാന്റെ ആ പേജിൽ കുട്ടമ്മാൻ നിൽക്കുന്ന ആ പേജിൽ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ, ആ ഫസ്റ്റ് കാണുന്ന ആ ഒരു എന്താണ് ബിൽഡിംഗ് കണ്ടില്ലേ, ആ ബിൽഡിംഗ് ആണ് നിയമസഭാ മന്ദിരം. അപ്പൊ നിയമസഭാ മന്ദിരത്തിലേക്കാണ് കുട്ടമ്മാൻ പോകുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് കുട്ടമ്മാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പണ്ടത്തെ രാജഭരണമാണോ നമുക്കിപ്പോ? അല്ല അല്ലെ, ജനാധിപത്യമാണ്. ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവരാര് ഭരിക്കണം എന്നുള്ളത്, ആര് ജയിക്കണം അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ജനങ്ങൾ തന്നെയാണ് അല്ലെ, ജനപ്രതിനിധികളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. ടീച്ചറോടൊത്ത് സമ്മാനപ്പൊതി എന്ന കളി കളിച്ചുവോ? ഇതിൽ നിന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയത്? അപ്പൊ ടീച്ചറൊത്തിട്ട് സമ്മാനപ്പൊതി എന്നുള്ള കളി നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും. അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. കുട്ടമ്മന്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കുക. എന്താ പാവനാടകം എന്നൊക്കെ നിങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾക്ക് ഒരു പാഠം തന്നെ ഉണ്ടായിരുന്നു പാവനാടകത്തെ കുറിച്ച് 2nd സ്റ്റാൻഡേർഡിൽ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്, കുട്ടമ്മന്റെ കഥ ഒരു പാവനാടകമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്, പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, പാവകളൊക്കെ ഉണ്ടാക്കി കുട്ടമ്മാനെയും അതേപോലെ ആ സ്ത്രീയെയൊക്കെ എന്ത് ചെയ്യുക, പാവകളുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യുക, കഥ ക്ലാസ്സിൽ പാവനാടകമായിട്ട് ടീച്ചർ പറയുമ്പോൾ അവതരിപ്പിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കുട്ടമ്മാനും കൊട്ടാരം എന്നുള്ള പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ. അപ്പൊ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായോ? എല്ലാ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും കാണുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്